ഹലോ, ഇന്ന് ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്കിത് റവ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സവാള ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. നമ്മളിത് ഉരുളക്കിഴങ്ങിൻ്റെ മസാല ചെയ്യുന്നത്. ഈ മസാല ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല, ചുമ്മാ കഴിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട, ഒന്ന് കടിക്കുന്ന പരുവം മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി, കാശ്മീരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, പൊടിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് ഉടച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് പാകമായിരിക്കും, കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് 1-2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ ഉരുളക്കിഴങ്ങിൽ മസാല പിടിച്ചിരിക്കും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക, നന്നായിട്ട് ഉടച്ചെടുക്കുക. പിന്നെ നമ്മളെടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഉപ്പ് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചെറിയൊരു പണിയേ ഉള്ളൂ, ഇതിൻ്റെ മാവ് റെഡിയാക്കണം. അപ്പോൾ മാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പ് റവയാണ് എടുത്തത്. വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ 1 കപ്പ് റവക്ക് 1 കപ്പ് തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. നോർമൽ നമ്മൾ വാങ്ങിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള തൈര് ഉണ്ടല്ലോ, അത് തന്നെ എടുക്കുക. പുളി ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ ഒന്നിക്ക് ഒരു 1/2 കപ്പ് എടുത്തിട്ട് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇനി ഇത്തിരി ഒന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത്രയും തൈര് ചേർത്തുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടി വരില്ല. 1/2 കപ്പ് മാക്സിമം അത്രേ വേണ്ടി വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് ലൂസിലെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എടുത്ത് വെക്കുമ്പോഴേക്കും അതൊന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 2 സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒത്തിരി ടൈറ്റും അല്ല. അങ്ങനെ ഒരു പാകത്തിലെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 1/2 മണിക്കൂർ കുറഞ്ഞത് വെക്കുക, ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെക്കാൻ നോക്കുക. അപ്പോൾ അതിനുശേഷം നമുക്കിത് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എത്രത്തോളം കട്ടിയുണ്ടെന്നുള്ളത്. ഇപ്പോഴും അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്, ഒരുപാട് ലൂസ് വെള്ളം പോലെ അല്ല ഉള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് 2 നുള്ളു അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ. അതുകൂടെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നന്നായിട്ട് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പരുവ് ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്, കുറച്ച് തിക്കാണ്. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 1-1.5 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണ് നമുക്ക് ശരിക്കും വേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിത് ഗ്ലാസ്സിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സ്റ്റീലിൻ്റെ ബൗളുണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാം. ഞാനൊരു ഭംഗിക്ക് ഒരു ഗ്ലാസ്സിൽ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ നമുക്കിതുപോലെ ഫുള്ളായിട്ടൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, എന്നാലേ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ 3 ഗ്ലാസ്സിൽ നമുക്കൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ആവിയിൽ നമ്മൾ ഇഡ്ഡലി ചെയ്യണ മാതിരി ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇഡ്ഡലി തന്നെയാണ്, റവ വെച്ചിട്ടുള്ള മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഇഡ്ഡലിയാണ്. അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ നോർത്തിൽ തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പം നമുക്ക് ഗ്ലാസ്സിൽ കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിക്കരുത്, ഒരു ചെറിയ 2 തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതിന് നമുക്ക് കുറച്ചെടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമുക്ക് ചിക്കൻ റോളൊക്കെ ചെയ്യില്ലേ, അതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ അഥവാ ചെറിയ ബൗളിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ എടുത്താൽ മതി. അപ്പോൾ ഇതിലായതുകൊണ്ട് നമ്മൾ ഇതുപോലെ നീളത്തിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാവ് ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തോട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി.
എന്നിട്ട് പിന്നെ ഇതിൻ്റെ മേലെ ഇത് കവർ ചെയ്യുന്നത് പോലെ കുറച്ചും കൂടി മാവ് ഒഴിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ടി വരില്ല, ഒരു തവി മാവ് തന്നെ ധാരാളമായിരിക്കും. ഗ്ലാസ് ഇങ്ങനെ നിറച്ചൊഴിക്കേണ്ട, ഒരു 1/4 ഭാഗം ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് 2 തവി മാവ്, ചെറിയ 2 തവി കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ മസാല ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കാരണം ആ ഉള്ളിലെ ആ ഫില്ലിങ്ങും പുറത്ത് ആ ഒരു മാവൊക്കെ ആയിട്ട് രസമുണ്ടാവും കഴിക്കാൻ. അപ്പോൾ വീണ്ടും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ 3 ഗ്ലാസ് നമുക്ക് ചെയ്തെടുത്തതിന് ശേഷം വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 20-25 മിനിറ്റാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ചെറിയ സ്റ്റീൽ ബൗളിലാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും സമയം എടുക്കില്ല. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തൊടുമ്പോൾ ഒട്ടിപ്പിടിക്കണ മാതിരി ഉണ്ടാവും. ചൂടാറുമ്പോൾ നന്നായിട്ട് റെഡി ആയിക്കോളും. അപ്പോൾ അത് അവിടുന്ന് ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് പൊരിച്ചിട്ട് ഇതുപോലെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അങ്ങനെ എരിവ് വേണ്ടാന്നുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനും രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിലുള്ള ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയാൽ മാത്രമേ നമുക്കിത് എടുക്കാൻ ഈസി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ സൈഡൊക്കെ ഇങ്ങ് വിട്ട് വരും. ഒട്ടും തന്നെ ചൂടുണ്ടാവരുത് കേട്ടോ. അടിയിൽ ചൂടുണ്ടെങ്കിൽ അടിഭാഗം നമുക്ക് എടുത്ത് ഇളകി വരില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലാസ്സിലുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് പുറത്ത് വരും. അപ്പോൾ എല്ലാ ഗ്ലാസ്സും നമുക്ക് ഇതേപോലെ എടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാതും ഞാനിത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ പൊരിക്കൽ പരിപാടി ചെയ്യാം. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ചുമ്മാ മസാലയിലിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഞാനൊരു ഇതിന് വേണ്ടി അങ്ങനെ ഇത് വെച്ച് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ എല്ലായിടെയും നമുക്ക് ഇതുപോലെ മസാല വെച്ച് കൊടുക്കാം. നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിതേ മസാലയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ 3ഉം ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കാൻ പറഞ്ഞാൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടൊന്നുമല്ല, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിത് 3 വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മസാല നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് ഡ്രൈ ആയി വരണം. അത്രയും നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മസാല നല്ലോണം പിടിച്ച് ആ സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ട് രസം ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ സൈഡായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് പൊട്ടാതെ തന്നെ സൂക്ഷിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും, ഗ്ലാസ്സിൽ ചെയ്തല്ല, അപ്പോൾ അത്യാവശ്യം ഉണ്ടാവും നമുക്ക്. അതേപോലെ തന്നെ 2 സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും വെച്ചിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ശരിക്കും വളരെ സിമ്പിളാണ്. നമുക്ക് ആ മസാല ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ചെറിയൊരു പണി മാത്രമേ ഉള്ളൂ. എന്നും ഈ റവ വെച്ചിട്ട് ദോശയും അതേപോലെ തന്നെ ഉപ്മാവ് കഴിച്ച് മടുക്കുമ്പോൾ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് അതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. ഇനി ഇത് ചൂടാറുന്ന നേരത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചുമ്മാ വേണേൽ കഴിക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിലാണ് കേട്ടോ. കറിയൊന്നും ശരിക്കും പറഞ്ഞാൽ വേണമെന്നില്ല ഇതിന്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം ചൂടുണ്ട്, അപ്പോൾ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ചൂടാറുമ്പോഴാണ് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.